ട്രംപ് എത്തും മുമ്പേ ചൈന പണി തുടങ്ങി. തായ്വാനു ചുറ്റും പടക്കപ്പലുകൾ നിരത്തി. ലോകത്ത് എവിടെ പ്രശ്നമുണ്ടായാലും ആദ്യം ഓടിയെത്തുന്നത് അമേരിക്കയായിരിക്കും. ചില മുതലെടുപ്പുകൾക്ക് കൂടിയാണെങ്കിലും പലപ്പോഴും പല രാഷ്ട്രങ്ങൾക്കും അത് തുണയായി മാറാറുണ്ട്. അത്തരമൊരു ഭീതി പരത്തിയ രംഗമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. തായ്വാന് ഭീഷണിയുണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തുന്നതും അമേരിക്കയാണ്. അതേ അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തുന്നതിന് മുൻപേ തായ്വാനു ചുറ്റും സൈനികരെ വിന്യസിച്ച് പ്രകോപനമുണ്ടാക്കിയിരിക്കുകയാണ് ചൈന. ദ്വീപിന് ചുറ്റും 9 ചൈനീസ് വിമാനങ്ങളും 6 നാവിക കപ്പലുകളും കണ്ടെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. അവയിൽ 4 വിമാനങ്ങൾ മീഡിയൻ ലൈൻ കടന്ന് തായ്വാന്റെ തെക്കു പടിഞ്ഞാറൻ കിഴക്കൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിച്ചതായും പറയുന്നുണ്ട്. ശനിയാഴ്ച പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 17 വിമാനങ്ങളും 6 നാവിക കപ്പലുകളും ദ്വീപിനു ചുറ്റും MND കണ്ടെത്തിയിരുന്നു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമായ പ്രതികരണം നടത്തിയെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ തായ്വാനിലെ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിന് മുകളിലൂടെ ഉപഗ്രഹം വഹിച്ചുകൊണ്ടുള്ള റോക്കറ്റ് വിക്ഷേപിക്കാൻ ചൈന ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ ചൈന 10ലധികം ഉപഗ്രഹങ്ങളെങ്കിലും തായ്വാനിലൂടെയോ അതിന്റെ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിലൂടെയോ വിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിക്ഷേപണങ്ങളൊന്നും തായ്വാന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. തങ്ങളുടെ ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ എതിരാളിയെങ്കിലും വ്യവസായ കാര്യത്തിൽ ഉൾപ്പെടെ സദാ ചൈനയ്ക്ക് ബന്ധപ്പെടേണ്ടി വരുന്ന രാജ്യമാണ് അമേരിക്ക. ബൈഡൻ മാറി ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തുമ്പോൾ രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും അമേരിക്കയുടെ ട്രംപ് കാർഡിനെ നേരിടാൻ ചൈന മുന്നൊരുക്കങ്ങളിലേക്ക് കടന്നുകഴിഞ്ഞെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിനെ സംബന്ധിച്ച് ആദ്യ വരവിലും 2ാം വരവിലും നയപരമായോ പ്രത്യയശാസ്ത്രപരമായോ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിലും യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഒരു ആഗോള പശ്ചാത്തലത്തിൽ 2ാം വരവിൽ ചൈന ട്രംപിനെ കൂടുതൽ അപകടകാരിയായി കാണുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനാലാണ് ഷീ ജിൻപിങ് ട്രംപിനെ നേരിടാൻ വിശാലമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. റഷ്യ-യുക്രൈൻ സംഘർഷത്തിന്റെയും അനുദിനം അശാന്തമായിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിലെ അവസ്ഥയും കൂടി ട്രംപിന്റെ 2ാം വരവിന്റെ മുന്നൊരുക്കങ്ങളിൽ ചൈന പരിഗണിക്കുന്നുണ്ടെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. സഖ്യകക്ഷികളുമായി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചൈന തയ്യാറെടുക്കുകയാണെന്ന് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. സാങ്കേതിക വിദ്യയിൽ ശാസ്ത്രീയത്വം വർദ്ധിപ്പിക്കാൻ ചൈനയിൽ തിരക്കിട്ട ആലോചനകൾ നടക്കുന്നത് ട്രംപിന്റെ വിജയം മുന്നിൽ കണ്ടായിരുന്നെന്നും വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ട്രംപ് ഇതിനകം സൂചിപ്പിച്ചു കഴിഞ്ഞ പുതിയ താരിഫുകൾക്കായി ഇപ്പോൾ കൂടുതൽ ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പണം നീക്കിവെച്ചും ട്രംപിന്റെ തിരിച്ചുവരവിന് ബെയ്ജിംഗ് തയ്യാറെടുക്കുകയാണ്. തായ്വാന് പിന്തുണ ശക്തിപ്പെടുത്താൻ ഉറച്ച അമേരിക്കൻ നിലപാടിനെ ട്രംപിന്റെ വരവിന്റെ കൂടി പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തിയായി ചെറുക്കാൻ ചൈന ആലോചനകൾ തുടങ്ങി. എന്നാൽ തായ്വാനെതിരായ ട്രംപിന്റെ പ്രസ്താവനകൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നതിനാൽ ചൈന തായ്വാൻ വിഷയത്തിൽ ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് എന്തെന്നറിയാൻ ചൈന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോഴത്തെ പ്രകോപനമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്.